ഉക്കിനടുക്ക ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് തുടക്കം. ഹോസ്റ്റൽ സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികളുടെ സമരം. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ പുതുതായി പ്രവർത്തന സജ്ജമാകുന്ന സ്റ്റുഡൻസ് ഹോസ്റ്റൽ സൗകര്യത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും പരിഗണിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഉക്കിനടുക്ക സർക്കാർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ രാപ്പകൽ സമരത്തിലാണ്. ഈ രാപ്പകൽ സമരം നടത്താൻ അവർ പ്രധാനമായി കാരണം ഹോസ്റ്റൽ സൗകര്യമില്ല എന്നതാണ്. ഹോസ്റ്റൽ സൗകര്യം അടിയന്തരമായി ഒരുക്കണം എന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. നേരത്തെ ഇവർ സൂചനാ സമരം നടത്തിയിരുന്നു. അധികൃതർക്ക് നിരവധി തവണ നിവേദനങ്ങൾ നൽകി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി തവണ അപേക്ഷകൾ സമർപ്പിച്ചിട്ടും തങ്ങളുടെ ഹോസ്റ്റൽ പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. ഇക്കാരണത്താലാണ് തങ്ങൾ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുന്നത് എന്ന് പറയുന്നു. ഉക്കിനടുക്ക ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തൊട്ടടുത്തൊന്നും വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള കെട്ടിടങ്ങൾ ലഭ്യമാകുന്നില്ല. അങ്ങനെ ഏറെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അതോടൊപ്പം തന്നെ മൃഗങ്ങളുടെയും പാമ്പുകളുടെയും ഒക്കെ ശല്യം ഈ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു സർക്കാർ സംവിധാനം ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണം എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥി നേതാക്കൾ നമ്മളോട് സംസാരിക്കുന്നു. അധികവും പെൺകുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അവരുടെ സൗകര്യങ്ങൾ എത്രത്തോളം ഒരുക്കണം എന്നതാണ് നിങ്ങളുടെ ഒരു ആവശ്യം? ഞങ്ങളുടെ മേജറായിട്ട് നമ്മൾ ഇഷ്യൂ നേരിടുന്നത് സേഫ്റ്റി ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പുറത്താണ് ഒരു 5000 മുതൽ 10,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ റെൻറ്റ് കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അവിടെ തന്നെ ചുറ്റുവട്ടം പല ആളുകളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു ഐസൊലേറ്റഡ് ഏരിയയാണ്. പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി ഒന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അതോറിറ്റീൻ്റെ ഭാഗത്തുനിന്നോ വന്നിട്ടില്ല. അപ്പം പലപ്പോഴായിട്ട് നമ്മൾ ഹോസ്റ്റലിൻ്റെ അടുത്തായിട്ട് പല ആളുകളെ കണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു അടുത്തായിട്ട് നമ്മൾ ജൂനിയർ ബാച്ചിലുള്ള ഒരു കുട്ടിക്ക് പാമ്പ് കടി ഏൽക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ ഈ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിട്ടും ഇവിടുന്ന് ഒരു കെയർ പോലും കിട്ടിയിട്ടില്ല ആ കുട്ടിക്ക്. നേരെ GH-ലോട്ട്, ഞങ്ങൾക്കറിയാം GH എന്ന് പറയുന്നത് ഇവിടുന്ന് 1 മണിക്കൂർ ദൂരെയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സേഫ്റ്റി ഇഷ്യൂസൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. പിന്നെ നമുക്കൊരു വാർഡനില്ല, നമ്മൾ പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്കൊരു വാർഡനില്ല. അങ്ങനെയുള്ള പല ഇഷ്യൂസും സേഫ്റ്റി പരമായിട്ട് പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ നിരവധി തവണ അധികൃതരായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവരെന്താണ് പറയുന്നത്? നമ്മൾ 3 വർഷത്തോളം കാലമായിട്ട് ഓരോരുത്തർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഈവൻ നമ്മൾ കളക്ടറേറ്റിൽ പോയി നേരിട്ട് വരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കൂടി നമുക്ക് ഇതുവരെ യാതൊരു തരത്തിലെ ആനുകൂല്യങ്ങളും ലഭ്യമായിട്ടില്ല. പിന്നെ എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജായാലും നഴ്സിംഗ് കോളേജായാലും DMEയുടെ അണ്ടറിലാണ് വരുന്നത്. ഈ DMEയുടെ അണ്ടറിൽ വരുന്ന അതായത് കേരളത്തിൽ നഴ്സിംഗ് കോളേജുകൾക്ക് ഹോസ്റ്റൽ ആവുന്നിടം വരെ MBBSൻ്റെ ഹോസ്റ്റലിലാണ് പല കോളേജിലും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. അവർക്ക് ഹോസ്റ്റൽ ആവുന്നിടം വരെ. പിന്നെ ഒരു കാര്യം, മെഡിക്കൽ കോളേജിന് ഇല്ലാത്ത സൗകര്യങ്ങൾ നഴ്സിംഗ് കോളേജിൻ്റെ പക്ഷത്തു നിന്നും നഴ്സിംഗ് കോളേജിന് ലഭ്യമാവാത്ത MBBSൻ്റെ റിസോഴ്സും നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു ഇതുണ്ട്. എന്നിട്ട് കൂടി അതായത് അത് നിൽക്കുകയാണ് നമ്മൾ ചോദിക്കുന്ന അവകാശങ്ങൾ കിട്ടാത്തത്. നമ്മുടെ നഴ്സിംഗ് കോളേജിൻ്റെ ബസ്സാണ് നമ്മൾ MBBS സ്റ്റുഡൻസിന് ട്രാവലിങ്ങിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അതേപോലെ നഴ്സിംഗ് കോളേജിൻ്റെ പല ഫർണിച്ചേഴ്സും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് MBBS സ്റ്റുഡൻസ് ആണ്. എന്നിട്ട് കൂടി എന്തുകൊണ്ട് ഹോസ്റ്റൽ നമുക്ക് തരുന്നില്ല? അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിമാൻഡ്? ഈ സമരം എപ്പോൾ ഏത് സ്വഭാവത്തിൽ മുന്നോട്ട്? നമ്മളിപ്പം ഡിമാൻഡായിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ 3 ബാച്ചായിട്ട് 179 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 179 സ്റ്റുഡൻസിനും സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന ഒരിടം കിട്ടുന്നിടം വരെ നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത് രാപ്പകൽ സമരമായിട്ടാണ്. അതിൽ രാത്രി ഉൾപ്പെടെ നമ്മൾ എല്ലാ സ്റ്റുഡൻസും ഈ 179 സ്റ്റുഡൻസും രാപ്പകൽ ഇവിടെ നിന്ന് സമരം ചെയ്യാനാണ്. കാരണം നമുക്ക് രാത്രി പോയി കിടക്കാൻ ഒരു ഹോസ്റ്റലില്ല. ആ ഒരു ഹോസ്റ്റൽ തരുന്നിടം വരെ നമ്മൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സമരം ചെയ്ത് വാങ്ങുമെന്നുള്ള ഉറപ്പിലാണ് നമ്മളിപ്പോൾ സമിതികൾ. ഇവിടെ വിദ്യാർത്ഥി നേതാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ രാപ്പകൽ സമരമാണ്. ഈ രാപ്പകൽ സമരം തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നത് വരെ ഇവിടെ തന്നെ സമരം ചെയ്യും എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യം ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണമെന്നതാണ്. ഈ കോളേജിൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി 500 പേർക്കുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അവർ നിലവിൽ 50 MBBS വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. മറ്റു സ്ഥലങ്ങളിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കൂടി പരിഗണിക്കണം എന്നതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരാവശ്യം.